എബ്രായ ലേഖനകർത്താവ് ഇപ്രകാരം എഴുതുന്നു: വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ലുക്ക് അൻടു ജീസസ്, ദി ഓഥർ ആൻഡ് ഫിനിഷർ ഓഫ് അവർ ഫെയ്ത്ത്. നാം പല സ്ഥലങ്ങളിൽ പലരെയാണ് നോക്കുന്നത്. എന്നാൽ എബ്രായ ലേഖനകർത്താവ് പറയുന്നു, ലുക്ക് അൻടു ജീസസ്, യേശുവിനെ നോക്കുക. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പോൾ നമുക്ക് നോക്കാൻ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം യേശുവിൻ്റെ സന്നിധിയാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം അവിടെ നിന്ന് വരും. ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് തനിക്ക് അനുഗ്രഹമുണ്ടാകും, നന്മയുണ്ടാകും എന്നുള്ള ഉറപ്പ് സങ്കീർത്തനക്കാരനുണ്ട്. ഇവിടെ നാം ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജീവിതത്തിൻ്റെ വിവിധ സാഹചര്യങ്ങളിൽ നാം പലരെയും ഡിപ്പെൻഡ് ചെയ്ത് പോകാറുണ്ട്, പലരുടെ മുഖത്തേക്ക് നോക്കാറുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങൾ വരുമ്പോൾ നാം ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളുണ്ട്, രോഗം വരുമ്പോൾ നാം ഡിപ്പെൻഡ് ചെയ്യുന്ന ഡോക്ടേഴ്സുണ്ട്. അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ തുറയിലും നമുക്ക് പല ബന്ധങ്ങളുണ്ട്. എന്നാൽ ജീവിതത്തിലെ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും നമുക്ക് നോക്കാൻ കഴിയുന്നത് യേശുവിൻ്റെ മുഖത്തേക്കാണ്. ലുക്ക് അൻടു ജീസസ്, കർത്താവിനെ നോക്കുക, യേശുവിനെ നോക്കുക. വചനം പറയുന്നു, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ദൈവമുഖത്തേക്ക് നോക്കി ആരുടെയും ജീവിതത്തിൽ ലജ്ജ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ നാം പലരോടും പല കാര്യങ്ങൾ ചോദിച്ച് പല സഹായങ്ങൾ അപേക്ഷിച്ച് ലജ്ജിച്ച് തല താഴ്ത്തി പോയവരാണ്. എന്നാൽ ഒരു കാര്യം നാം നിശ്ചയമായിട്ട് ഓർക്കണം, ദൈവമുഖത്തേക്ക് നോക്കിയാൽ നാം ലജ്ജിക്കേണ്ടതായി വരികയില്ല. ദൈവം നിങ്ങളുടെ മുഖത്തെ ലജ്ജിപ്പിക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറയുന്നത്, ലുക്ക് അൻടു ജീസസ്. നമ്മുടെ ജീവിതത്തിലെ വിശ്വാസത്തിൻ്റെ നായകനായിരിക്കുന്ന, നമ്മുടെ വിശ്വാസത്തിൻ്റെ പൂർത്തികർത്താവായിരിക്കുന്ന യേശുവിനെ നോക്കണം. പ്രതികൂലമില്ലെന്നോ പ്രതിസന്ധി ഇല്ലെന്നോ അല്ല, കാറ്റും കോളും ഇളകിമറിയുന്ന സാഗരത്തിലൂടെയാണ് നാം യാത്ര ചെയ്യുന്നത്. എന്നാൽ യേശുവിനെ നോക്കുമ്പോൾ, യേശുവിലേക്ക് നാം നോക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയും, നമുക്ക് സമമായി കഷ്ടങ്ങളും വേദനകളും പങ്കപ്പാടുകളും സഹിച്ചവനാണ് നമ്മുടെ കർത്താവ്. പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടൊരു കർത്താവ്. ആ കർത്താവ് നമ്മളോടൊപ്പം ഉള്ളതുകൊണ്ട് നാം പറയും, ഞാൻ ആ കർത്താവിനെ നോക്കുകയാണ്, യേശുവിനെ ഞാൻ നോക്കുകയാണ്. ജീവിതത്തിൻ്റെ ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾ മനുഷ്യരിലേക്ക് നോക്കിപ്പോയാൽ നിശ്ചയമായിട്ടും പരാജയപ്പെടും. അതുകൊണ്ട് വചനം പറയുന്നു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. മനുഷ്യരിൽ നാം ആശ്രയിക്കരുത്, രക്ഷിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിൽ നാം ആശ്രയിക്കരുത്. യേശുവിൽ തന്നെ നാം നമ്മുടെ കണ്ണുകളെ വയ്ക്കുക. പത്രോസ് ആ കടലിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ, യേശുവിൻ്റെ അടുത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം, പത്രോസിൻ്റെ കണ്ണുകൾ ഒന്ന് മാറിയപ്പോൾ അദ്ദേഹം വെള്ളത്തിലേക്ക് താന്നു പോവുകയാണ്. യേശു അവിടെ ഉള്ളതുകൊണ്ട് തൻ്റെ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. ജീവിതത്തിൻ്റെ പല പ്രതിസന്ധിയിലും നമ്മളും ഇതുപോലെ മുങ്ങിത്താണു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ യേശു നമ്മുടെ ജീവിത പടകിലുണ്ടെങ്കിൽ, യേശു നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവൻ നമുക്ക് കരം തന്ന് നമ്മെ പിടിച്ച് എഴുന്നേൽപ്പിക്കും. രോഗക്കിടക്ക മാറ്റി വിരിക്കും, ക്ഷീണത്തെയും ബലഹീനതയും മാറ്റും, ധൈര്യവും ബലവും പകരും. നമ്മുടെ ഇല്ലായ്മകളെ മാറ്റാനും കർത്താവിന് കഴിയും. നാം ഒരു കാരണവശാലും മറ്റുള്ളവരിലേക്ക് നോക്കരുത്, കർത്താവിലേക്ക് നോക്കുക. പല സമയങ്ങളിലും പല ആളുകളും മുഖം മറച്ചു പോകുമ്പോൾ യേശു നമ്മളോട് കൂടെയുണ്ട്, അവൻ നമ്മെ കൈവിടത്തില്ല. അവൻ്റെ വാക്ക് ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവ്വെന്ന് തന്നെയാണ്. അതുകൊണ്ട് നാം പറയണം, എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധിയിലും പ്രശ്നത്തിലും ഞാൻ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. ദൈവമുഖം അന്വേഷിപ്പീൻ എന്നൊരു കൽപ്പന അവങ്കൽ നിന്ന് വന്നു. പ്രശ്നവും പ്രതിസന്ധിയും വരുമ്പോൾ യേശുവിനെ നോക്കുക, ലുക്ക് അൻടു ഹിം, ദൈവമുഖം അന്വേഷിക്കുക. അവിടെയാണ് നമുക്ക് ആശ്വാസമുള്ളത്, അവിടെയാണ് നമുക്ക് സമാധാനമുള്ളത്, അവിടെയാണ് നമുക്ക് സംതൃപ്തിയുള്ളത്. ഇന്നും യേശുവിലേക്ക് നോക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധിയിൽ നിങ്ങൾ ക്ഷീണിതരായിരിക്കുന്നെങ്കിൽ, മനം ഇടിഞ്ഞിരിക്കുന്നെങ്കിൽ, ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, മരിച്ചാൽ മതി എന്ന് പറയുന്നെങ്കിൽ, അതെ, യേശുവിലേക്ക് നോക്കുക. കർത്താവ് നിങ്ങൾക്ക് സമാധാനദായകനാണ്. കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ദുഃഖങ്ങൾ, നിരാശകളെ യേശു എടുത്തു മാറ്റും. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മനസ്സിടിഞ്ഞിരിക്കുന്ന, ഹൃദയം തകർന്നിരിക്കുന്ന പ്രിയ സ്നേഹിതനെ, പ്രിയ സഹോദരിയെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണമേ. അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരം ഇറങ്ങി വരണമേ. അപ്രതീക്ഷിതമായ പ്രതിസന്ധികൾ ജീവിതത്തിൽ നേരിട്ടപ്പോൾ തളർന്നുപോയി. എന്നാൽ കർത്താവ് കരം പിടിച്ച് മുൻപോട്ട് നടത്തണമേ. ദൈവമുഖത്തേക്ക് നോക്കാൻ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കാൻ കർത്താവെ, പ്രിയ സ്നേഹിതരെ പ്രാപ്തരാക്കണമേ. ദൈവകരങ്ങളിലേക്ക് ഞങ്ങളവരെ ഏൽപ്പിച്ച് അനുഗ്രഹിക്കുന്നു. നന്ദിയോടെ അനുഗ്രഹത്തോടെ അവരെ നിർത്തണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.